വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളിതാ അങ്ങനെ പറമ്പിലേക്ക് വന്നിരിക്കുകയാണെ. നമുക്കിന്ന് ചേച്ചിമാരൊക്കെ പണിക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പണി എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അതേപോലെ തന്നെ നോക്കി ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ നമ്മളൊരു പുതിയ തൈക്കൂടി കിടക്കുക. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നട്ടു കൊടുത്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ നല്ലൊരു ഗ്രോത്ത് തന്നെ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് ഇങ്ങനെ കുറച്ച് തുണി ഇറങ്ങിയിട്ട് നമ്മൾ 2-3 കെട്ടൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചൂടിക്കാരൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷേ വീണ്ടും നമുക്കിത് കെട്ടിക്കൊടുക്കാനായിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ താഴേക്ക് തൂങ്ങി ഇറങ്ങുന്നതിന് നമ്മൾ കൈയോടെ തന്നെ കെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ പല രീതിയിലൊക്കെ വളർന്നു പോവുകയും ചെയ്യും. നല്ല രീതിയിലൊരു ഗ്രോത്തും ഉണ്ടാവില്ല. ഇത് നമുക്ക് കുരുമുളക് ആയാലും പറിക്കാൻ നേരത്ത് അത്ര നല്ലൊരു റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇത് കൈയോടെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചൂടിക്കാരൊക്കെ എന്തായാലും അതൊക്കെ വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നോക്കി നമുക്ക് പറമ്പിലിപ്പോൾ വന്നപ്പോഴത്തേക്കും നോക്കി ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ നല്ല കാറ്റുള്ളൊരു ഏരിയ കേട്ടോ. നല്ല തണുത്ത കാറ്റും അതേപോലെ തന്നെ ഇപ്പോൾ നല്ല വേനൽക്കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല വെയിലും കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏലത്തിൻ്റെ അതായത് ഏലത്തിൻ്റെ ഇതേപോലെ കരിഞ്ഞതും അതുപോലെ തന്നെ കേടായത് അങ്ങനെ കുറച്ച് എല്ലാം കളഞ്ഞ് ഏലത്തിന് നന്നായിട്ട് ഒരുക്കിയെടുക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതായത് ചേച്ചിമാരവിടെ നന്നായിട്ട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണം. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് പോകാനാണ്. അപ്പോൾ ഫുഡൊക്കെ അവരുടെ അടുത്ത് കൊടുത്തു വെക്കുക. ഇങ്ങനെ താഴേക്ക് വന്നാൽ നമ്മൾ ഇവിടെയൊക്കെ ചോളമൊക്കെ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ എന്തായി നോക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാം മുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഓരോ വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. മേൽഭാഗത്തായിട്ടാട്ടോ നമ്മുടെ ചേച്ചിമാരൊക്കെ ഏലമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മേളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അവർ ഒരുക്കി സെറ്റാക്കി പോയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് നന്നായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവർ കരിയിലും കാര്യങ്ങളെല്ലാം മാറ്റി കേട്ടുള്ളതിനെല്ലാം മാറ്റുന്നില്ല അടിപൊളിയായിട്ട് അതിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏലം ഒരിക്കലിൻ്റെ പണി നമ്മൾ ഇന്നാട്ടോ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്കിനി കുറച്ച് ദിവസങ്ങൾ എന്തായാലും നമുക്ക് ഏലം ഫുള്ളായിട്ട് ഒരുക്കി തീരാൻ വേണ്ടി വരും കേട്ടോ. കാരണം അത്യാവശ്യം താഴേക്കൊക്കെ നമുക്ക് ഒരുക്കാനുണ്ടല്ലോ. അപ്പോൾ എന്തായാലും പണികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന ചേച്ചിമാർ തിരക്ക് പിടിച്ച പണിയിലാട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഏലത്തിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചെറിയ ചെറിയ കാപ്പിയുടെ തൈകളുണ്ട് കേട്ടോ. അപ്പോൾ കാപ്പിയുടെ തൈകൾ കുറച്ച് ചെറുതാണെങ്കിൽ പോലും നോക്കിയാൽ നിറച്ച് പൂത്ത് തെളിഞ്ഞ് നിൽക്കുക. അപ്പോൾ എല്ലാം തൊട്ടടുത്തുള്ളതെല്ലാം അതേ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്, നിറച്ച് പൂവൊക്കെ ആയിട്ട്. എന്തായാലും ഈ വർഷം തന്നെ നമുക്ക് ഇതിനെന്തായാലും നമുക്ക് കാപ്പി വിളവെടുപ്പ് നടത്താൻ വേണ്ടി പറ്റും, നിറച്ചുണ്ട്. അങ്ങനെ എന്തായാലും ചേച്ചിമാർ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഓരോ ചൂടും നല്ല പെർഫെക്റ്റ് ആയിട്ടോ ഒരുക്കി വരുന്നത്. അതേപോലെ തന്നെ ഒരുക്കിയ ചൂടും അതിൽ ഒരുക്കാതെ ചൂടും നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു എൻ്റെ ഒരു ഡിഫറൻറ്റ് തന്നെയാട്ടോ കാണാൻ വേണ്ടിയപ്പോൾ. മൊത്തമായിട്ട് നമുക്ക് ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു ലുക്കേ ആയിരിക്കില്ല കേട്ടോ. മൊത്തം ഒരുക്കി വന്നു കഴിഞ്ഞാൽ ഒരു ചപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചൂട് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ വേണ്ടി പറ്റും. നോക്കി നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചൂടൊക്കെ ആയാലും. അതേപോലെ നമ്മൾ പ്രോപ്പർ ടൈമിൽ നമ്മുടെ ഈ ഒരു ഏലമൊക്കെ നന്നായിട്ട് ഒരുക്കി വിടുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഫംഗസ് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ പലതരം വളപ്രയോഗങ്ങളും അതേപോലെ തന്നെ മരുന്നുകളൊക്കെ കൊടുക്കുക നമ്മുടെ ഒരു ഏലത്തിലേക്ക്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വേരുകളിലേക്കും തണ്ടുകളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ വലിച്ചെടുക്കാനൊക്കെ കുറച്ചുകൂടി നല്ല അടിപൊളിയാണ് നമ്മൾ പ്രോപ്പർ ടൈമിൽ ഒരുക്കി കൊടുക്കുന്നതിലൂടെ. പിന്നെ നമ്മുടെ ഈ ഒരു ഏലം ഒരിക്കലിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു കൃത്യമായ ഒരു ഇടവേളകളിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് തന്നെ. കാരണം നമ്മളാണെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ ഒരുക്കി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ഏകദേശം ഒരു 3 മാസമൊക്കെ ആവാനാകുമ്പോഴത്തേനും വീണ്ടും നമുക്ക് അടുത്ത ട്രിപ്പ് ഒരുക്കാനാവട്ടെ. അത് അങ്ങനെയാണല്ലോ നമുക്ക് കൃഷി എന്ന് പറയുമ്പോൾ ഓരോ പണികൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഓരോ പണികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. പിന്നെ നമുക്ക് നല്ല ചൂടുള്ള വേനൽക്കാലത്തായാലും നമുക്ക് ഏലത്തിൻ്റെ ചൂടിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെയിലോ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നത്തെയും പോലെ ഇപ്പോഴാണെങ്കിലും നല്ല പൊള്ളുന്ന വെയിലായിട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. പക്ഷേ നമുക്കിതിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് നല്ലൊരു കൂടാര സെറ്റപ്പാണ്. ഒരു ഏലത്തിൻ്റെ തട്ടുകളൊക്കെ ഇങ്ങനെ പരസ്പരം എന്താ പറയുക നല്ലൊരു കൂടാര സെറ്റപ്പ് നിൽക്കുന്നുണ്ട്. നമുക്കങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് തലയിലേക്ക് അങ്ങനെ വെയിലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് പണി ചെയ്യാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മടുത്ത് പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ പണികളൊക്കെ നടക്കട്ടെ. പിന്നെ നമ്മുടെ ചില ഏലത്തിൻ്റെ ചൂടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയിലായിട്ട് ഇങ്ങനെ കുറേ പൂക്കൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പൂക്കളൊക്കെയാണ് നമ്മുടെ അടുത്ത പറിക്കാനായിട്ടുള്ള ഒരു കായായിട്ട് ഫോം ചെയ്തത്. പിന്നെ ഈ ഒരു ഏലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഒരുക്കാനുള്ള ഏലം കേട്ടോ. ഇതൊക്കെ നോക്കി ഒരുപാടുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു കരിഞ്ഞ ഇലകളും ഉണങ്ങിയതൊക്കെ ആയിട്ടുള്ളതൊക്കെ ഫുള്ള് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് നമ്മൾ വെച്ച് കൊടുത്തില്ല ഏലം എന്ന് പറയുമ്പോൾ ഒരു 3-4 വർഷം പഴക്കമുള്ള ഏലം കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏലം ഒരുക്കുന്ന കൂട്ടത്തിൽ അതിൽ പ്രായമായിട്ടുള്ള തട്ടുകളൊക്കെ ഉണ്ടല്ലോ അതുകൂടി മുറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ പ്രായമായ ഒരു തട്ടുകളൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ ഇങ്ങനെ തൊട്ടാണല്ലോ ഓരോരോ തട്ടുകളും ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റതിൽ തട്ടൊക്കെ അത്രയും കെയർഫുൾ ആയിട്ടാണ് അവർ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണെങ്കിൽ നമ്മുടെ ഒരു ഏലം കൃഷി എന്നൊക്കെ പറയുമ്പോഴേ അത്യാവശ്യം നല്ലൊരു കൂളിങ് അത് നല്ലൊരു തണുപ്പൊക്കെ വേണ്ട ഒരു കൃഷിയായിട്ട് നമ്മുടെ ഒരു ഏലം കൃഷി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ കൂടെയൊക്കെ പുതയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു തണുപ്പ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കും കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും ചിലവിടെ ഈ ഒരു ഒരിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത് നമ്മുടെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നാലും എല്ലാവരും തകൃതിയായിട്ട് ഒരിക്കൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതൊരു പണിക്ക് പോകുകയാണെങ്കിലും എക്സ്പീരിയൻസ് ആണല്ലോ മുഖ്യം. അതുകൊണ്ട് നമ്മുടെ ചേച്ചിമാരായാലും കായെടുത്തും അതേപോലെ തന്നെ ഏലമൊക്കെ ഒരുക്കിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. കാരണം
ആ ഒരു ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നതൊക്കെ നല്ല ശാഖ ഇടയിൽ നിന്നാട്ടം മുറിച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അവർക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. കാരണം നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്കിനി പോയിട്ട് വെള്ളമൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ വന്നപ്പോൾ തന്നെ ചായയും കൂടി ഇട്ട് ഫ്ലാസ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് അവർക്ക് കുടിക്കാൻ തോന്നുമ്പോൾ ചായയും കുടിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ചുവട്ടിലേക്ക് വന്നിരിക്കണം. അപ്പോൾ എന്തായാലും കുറച്ചുണ്ട് കേട്ടോ ഈ ഒരു ചൂടായാലും ഒരുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കരിഞ്ഞ ഇലകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ അല്ലേ. അതേപോലെ തന്നെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങളെങ്കിൽ എന്തായാലും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തൊരു ഓളത്തിൻ്റെ ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾ ഫോണിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് എനേബിൾ ചെയ്യാൻ മറന്നില്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഗൈസ്, നമ്മുടെ പണികൾ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ കുറച്ച് ചോള വിത്തും കൂടി നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നമ്മുടെ ഇൻട്രോ എടുത്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ നിന്ന് ആ ഒരു ഏരിയയിൽ നമ്മൾ നട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം മുളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഡേയ്സ് ആയിട്ടല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ വലിയ മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ സ്പ്രിംഗ്ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു നനയിലൊക്കെയുള്ളൂ. അതായത് നന്നായിട്ടൊരു മഴയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ മുളച്ച് വന്നാലും എന്തായാലും മുളച്ച് വരുന്നതിനനുസരിച്ച് എന്തായാലും കാണിച്ചു തരാം. പിന്നെ അടുത്ത ട്രിപ്പായിട്ട് നമ്മളിപ്പോൾ നട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചോളമൊക്കെ. പിന്നെ ഇപ്രാവശ്യമാണെങ്കിൽ നമുക്കങ്ങനെ എല്ലാ ചുവട്ടിലൊന്നും അങ്ങനെ കായ എടുക്കാനായിട്ടില്ല കേട്ടോ. കാരണം കുറച്ച് ചുവട്ടിലേക്ക് നമുക്ക് പിന്നെയും മൂത്തിട്ടുള്ള കായകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കായൊന്നും എടുക്കാനില്ല കേട്ടോ. കാരണം വെറുതെ നല്ല മൂത്ത് പഴുത്ത കായകളൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിൽ ചേച്ചിമാരൊക്കെ ഇതുപോലെ പണിക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ തവള പോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വരും. അതൊക്കെ വന്ന് കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പരിസരത്ത് പോകേണ്ടി വരില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ വലുതായിട്ട് നമുക്ക് അങ്ങനെ കായൊന്നും എടുക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് എല്ലാം ഒന്ന് ഒരുക്കിയതിന് ശേഷം നമുക്ക് വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അടുത്ത റിസൾട്ടും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയാണെങ്കിൽ ഞാൻ നേരത്തെ നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെ ഇടയിൽ കുറച്ച് നമ്മുടെ കാപ്പിയുടെ തൈകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നോക്കി ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ കുറച്ച് കൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചില കൊടികളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമായിട്ട് നോക്കി. ചിലതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കേടാണ്. പക്ഷെ നമ്മളിതാ കേട് വരുന്നതിനനുസരിച്ച് നമ്മൾ അടുത്ത ഓരോ തൈക്കൊടികളായിട്ട് ഇത് നട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ നട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ തൈക്കൊടിയാണ്. അപ്പോൾ വളർന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. കെട്ടിക്കൊടുക്കാനൊന്നും ആയിട്ടില്ല ആശാൻ. പിന്നെ നമ്മുടെ ഈ ഒരു കൊടികളൊക്കെ ഇട്ട് എടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് മരങ്ങൾ എന്ന് പറയുന്നത് സിൽവറൊക്കെ, അതുപോലെ തന്നെ മുരിക്കൊക്കെ നല്ല അടിപൊളിയാട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതലായിട്ടും ഇപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ള കൊടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് മുരിക്കലാണ്. അപ്പോൾ മുരിക്കൊക്കെ നമ്മൾ മേളിലേക്ക് നല്ല രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്കധികം വൈകാത്ത ദിവസങ്ങളിൽ എന്തായാലും അതിൻ്റെ കമ്പൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് കൊതി ഇറക്കാനുണ്ട്. ഒരുപാട് അങ്ങ് പടർന്ന് പന്തലിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടിക്ക് പ്രോപ്പറായിട്ട് വളരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമ്മുടെ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏലം കൃഷിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം കേട്ടോ. അതായത് നമ്മുടെ പുതിയതായിട്ടൊരു ഏലം നമ്മൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏലത്തിൻ്റെ തട്ടകൾ കണ്ടോ. അതായത് മേളിലേക്ക് കയറിപ്പോയിട്ടുള്ള ഒരു തട്ടകളിൽ നിന്ന് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള തട്ട പിരിച്ചെടുത്തിട്ട് അതിനെ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ അതിൽ നിന്ന് പുതിയതായിട്ട് ഒരുപാട് തൈകളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ നമ്മളതിന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വർഷം കൊണ്ട് നമുക്കതിൽ കൂടുതൽ തട്ടകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് വീണ്ടും നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആണെന്ന് വേണ്ട നമുക്ക് വീണ്ടും പറിച്ച് നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും നമുക്ക് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇവിടേക്കായാലും നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലായാലും നമുക്കിങ്ങനെ കായ അധികം അങ്ങനെ പറിച്ചെടുക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ ചപ്പുണ്ട്. അപ്പോൾ കുറേ ചപ്പുകൾ നമ്മൾ ഇതേപോലെ ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടിട്ടുള്ള ചപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ മേളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് അത് കിടന്ന് തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏലത്തിൻ്റെ ചുവട്ടിൽ എപ്പോഴും നല്ലൊരു തണുപ്പൊക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അടിപൊളിയാണ്. അത് ഇപ്പോൾ ഈ ഒരു പൊള്ളുന്നൊരു വെയിലൊക്കെ ആ ഒരു തട്ടയിലേക്കൊന്നും അതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും തട്ടാതിരിക്കാനൊക്കെ നമ്മൾ ഇതുപോലെ പൊത ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും കുറേ ചപ്പ് അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ചപ്പ് ഇട്ട് കൊടുക്കലൊക്കെ നമ്മുടെ ഏലത്തിൻ്റെ ഒരു സംരക്ഷണ കവചമാണെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ അടുത്തായിട്ട് ഇതാ ഒരു കൊടിയുണ്ട്. അപ്പോൾ ഈ ഒരു കൊടിയിലെ മുളക് നമുക്കിതാ വിളവെടുക്കാൻ ഭാഗമായിട്ട് നിൽക്കുകയാണ്. കാരണം ആ മേളിലേക്ക് നോക്കിയപ്പോഴാട്ടോ കണ്ടത് ഒരു 3-4 എണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂത്ത് പഴുത്തതിന് ശേഷമായിട്ടോ നമ്മൾ പറിച്ചെടുക്കാൻ തുടങ്ങി. ആ ഒരു കൊടിയത്തെ നന്നായിട്ട് മൂത്ത് നോക്കിയിട്ട് അപ്പോൾ ഇതിലേക്ക് ആയാലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അതുകൂടി ഒന്ന് പറിച്ചെടുക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറിക്കാൻ വരേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് താഴ്ച അടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചപ്പിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പെറുക്കി എടുക്കലും ടാസ്ക് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുരുമുളക് പറിക്കാൻ വേണ്ടി ഒരുപാടൊന്നും ഇല്ല കേട്ടോ. കാരണം അന്ന് നമുക്ക് മൂപ്പെത്താതെ നിർത്തിയിട്ടുള്ള മരങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ കൊടികളിലേക്കാണ് നമുക്കിപ്പോൾ പറിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇതേപോലെ കുറച്ചുണ്ട് കേട്ടോ, കുറച്ച് കൊടികളുണ്ട്. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് പറിച്ചെടുക്കാം. ചിലതിലൊക്കെ ഇപ്പോഴും മൂക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെ എന്തായാലും നന്നായിട്ട് മൂത്തതാണ്. ചിലതൊക്കെ നോക്കിയാൽ മണികളൊക്കെ ഇങ്ങനെ താഴേക്ക് കൊഴിഞ്ഞ് വീണിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുരുമുളക് ഉണക്കുന്ന ഒരു വീഡിയോ ഇട്ട ടൈമിലാണെങ്കിൽ അതിലൊരു 2-3 കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി മുളകിന് എന്താ റേറ്റ്, അതുപോലെ തന്നെ കുരുമുളക് കൊടുക്കാനുണ്ടോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവണീസ് വ്ലോഗ് എന്നുള്ള പേരിൽ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും. അപ്പോൾ അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എന്തായാലും
അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും താഴെ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നോക്കി താഴെ കൂടി ഇതാ കുറച്ച് മുളകുകളൊക്കെ ഇതാ ഉണങ്ങിയെന്നൊക്കെ വീണ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചുണ്ട് കേട്ടോ ചോട്ടിൽ കൂടെ പെറുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ചപ്പിൻ്റെ ഇടയിലൊക്കെ പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് പെറുക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരുപാട് കാടോ അങ്ങനെ ഒത്തിരി ചപ്പൊന്നും കേട്ടോ. അപ്പോൾ ഇവിടത്തേക്ക് നമുക്ക് പിന്നെയും സിമ്പിളായിട്ട് തന്നെ പെറുക്കിയെടുക്കാം. കൊഴിഞ്ഞ് വീണ ചില മുളകൊക്കെ അതേപോലെ തിരിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എന്നാൽ ചിലതൊക്കെ നോക്കിയാൽ മണിമണിയായിട്ട് ഇങ്ങനെ അടർന്ന് ഇങ്ങനെ ഉരുണ്ട് താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ കാട് കളഞ്ഞിട്ടിപ്പോൾ കുറേ ആയിട്ട്, എന്നാലും നോക്കി അങ്ങനെ വലിയ കാടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നോക്കി ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ചുകൂടി മുളക് പെറുക്കാനായിട്ട്. ഇതൊക്കെ ഒരുപാട് കാലം പഴക്കമുള്ള കൊടി തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്നുള്ളതാണ് നമ്മൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇതാ ഇവിടെ തൊട്ടടുത്തായിട്ട് ഇതാ ഈ ഒരു ഏരിയയിലും അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ കാപ്പിയുടെ തൈകളെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നോക്കി ആ ഒരു മുട്ടൊക്കെ കണ്ടാൽ കറക്റ്റ് നമ്മുടെ ഒരു മുല്ലയുടെ ആ ഒരു സെയിം ടെക്സ്ചറല്ല, കറക്റ്റ് ആ ഒരു സൂചി മുല്ലയൊക്കെ ഉണ്ട് അതേപോലെ ഇങ്ങനെ സൂചിയുടെ ആ ഒരു ടൈപ്പിലാട്ടോ വന്നിട്ടുള്ളത്. ഫുള്ള് ഇങ്ങനെ പൂത്ത് നിൽക്കുവാണേ. അപ്പോൾ ഇതിലൊരു തേനുണ്ട് കേട്ടോ. ആ ഒരു തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് തേനീച്ചകളായിരിക്കും കേട്ടോ, ഒത്തിരി ഉണ്ടാവുമേ. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു ഏലത്തിൻ്റെ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ്. ഇത് നമ്മൾ അതേപോലെ ഒരു തട്ടയാട്ടോ ഇത് നമ്മളിങ്ങനെ പിരിച്ച് മാറ്റിയിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തട്ടയിൽ നോക്കി ഇപ്പോൾ വീണ്ടും അടുത്തടുത്ത് മുളകളൊക്കെ ആയിട്ട് വീണ്ടും പുതിയ ചിമ്പുകളൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൂടെ നമുക്ക് വീണ്ടും ഒരുപാട് ഏലത്തിൻ്റെ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അത് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനൊരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതായത് തുടക്കത്തിൽ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൊടുക്കേണ്ട കെയറും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഏതൊരു മേഖലയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കൃഷിയാണെങ്കിലും അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ് സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷി ആയാലും നമുക്ക് പൊന്നെ വിളയിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ നമ്മൾ കുറേ അയവ് കാടൊക്കെ കളഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ കാടൊന്നും കാണുന്നില്ല. ആ ഒരു ഉണങ്ങിയ ചപ്പും കാര്യങ്ങളും തന്നെ കാണുന്നുള്ളൂ. നമുക്ക് അങ്ങനെ പുല്ലോ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരുപാടൊന്നും ഇല്ലല്ലേ. അതിൻ്റെ കാരണം വരുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ തൂമ്പയ്ക്ക് ചെത്തുവാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ മിഷൻ കാടൊക്കെ വെട്ടുന്നതിനെ അപേക്ഷിച്ച് തൂമ്പയ്ക്ക് ചെത്തുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ വേണം കേട്ടോ. എന്തായാലും തൂമ്പയ്ക്ക് ചെത്തുമ്പോൾ നമ്മളിങ്ങനെ നമ്മളന്നെ ചെയ്യുന്നതല്ലോ. അപ്പോൾ പക്ഷേ മിഷൻ കാട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി തരും. എന്നാൽ കൂടി ഈ ഒരു തൂമ്പയ്ക്ക് ചെത്തുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇതുപോലെ അങ്ങനെ പെട്ടെന്ന് കാട് വരാതെയൊക്കെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൊരു എഫക്റ്റാണ് നമുക്ക് ഇവിടെയൊക്കെ കാണുന്നത്. അങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മൾ താഴെ വരെ നന്നായിട്ട് തൂമ്പയ്ക്ക് ചെത്തി കാട് ഫുള്ള് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഏലത്തിൻ്റെ ചുവട്ടിലൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് വേരുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ വേരൊക്കെ പൊട്ടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഒരുപാട് ഓസുകൾ കാണുന്നുണ്ട് അല്ലേ. ആ ഓസുകളൊക്കെ നമ്മളിവിടെ ഏലം നനയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഓസുകളാട്ടോ. ചെറുതും വലുതായിട്ട് ഇങ്ങനെ ഒത്തിരി ഓസുകളുണ്ട്. അപ്പോൾ പല ഓസുകളും നമ്മൾ ജോയിൻ്റൊക്കെ കുത്തിയിട്ടാട്ടോ എല്ലാ ഭാഗത്തേക്കൊക്കെ എത്തിക്കാറ്. അപ്പോൾ ഈ ഇതിലേക്ക് വെള്ളം വരുന്നത് താഴെ നമുക്കൊരു കിണറുണ്ട്. അപ്പോൾ ആ ഒരു കിണറ്റിൽ നിന്നാണ് നമ്മൾ മോട്ടറിന് അടിച്ചെടുത്തിട്ടാണ് ഇവിടെ ഫുള്ള് നനയ്ക്കാറ്. അപ്പോൾ എന്നാലും ഇപ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ ഏലം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കൂടുതലും പിടിച്ച് നനയ്ക്കാറുണ്ട് കേട്ടോ ഓസിന്. കാരണം നമ്മൾ സ്പ്രിംഗ്ലർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അടങ്ങുന്ന കൊടികളുണ്ടല്ലോ. അപ്പോൾ കൊടികൾ നമ്മൾ കൂടുതൽ ഈ ഒരു ഏലം നനയാൻ വേണ്ടി സ്പ്രിംഗ്ലർ വയ്ക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ കൊടിക്കും കൂടി ആ ഒരു വെള്ളം തട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ആ ഒരു കൊടി ഫുള്ളായിട്ട് നാശമായി പോകും. അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടിയും കൂടി വന്നതുകൊണ്ട് കൂടുതലും ഇങ്ങനെ പിടിച്ച് നനയ്ക്കാറുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങുവാണേ. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് താഴേക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കുത്തനൊരു ഇറക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചിമാർ ഇതാ മേളിൽ നിന്ന് തന്നെ ഒരുക്കി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ കണ്ണിപ്പോൾ പോയതിനൊക്കെ ഇറക്കമായതുകൊണ്ട് നമ്മൾ താഴേന്ന് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ താഴേന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ അത് വല്ലാത്തൊരു കയറ്റായി പോയത്. അതുപോലെ തന്നെ കുത്തനെ ഇറക്കായതുകൊണ്ട് നമുക്കിങ്ങനെ കഴിയുന്നതനുസരിച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ ഇതിങ്ങനെ ഒരുക്കി ഇങ്ങനെ താഴേക്ക്. അപ്പോൾ 2 വരി ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളും നമ്മളിങ്ങനെ ഓരോ നിരയായിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് നട്ട് കൊടുക്കുന്നത്. കൊണ്ട് തന്നെ 2 നിര കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3ാമത്തെ നിരയിലേക്കാണ് അപ്പോൾ അവർ കടന്നിട്ടുള്ളത്. ഏതൊരു ചെടി എടുത്താലും ഏതൊരു കൃഷി എടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വേരാണല്ലോ. അപ്പോൾ എന്തായാലും വേരിന് എന്തെങ്കിലുമൊക്കെ ഡിസീസൊക്കെ ബാധിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസീസ് നമ്മുടെ ഒരു ചെടീനെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കുമല്ലോ. വേരുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഡിസീസൊക്കെ വരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേരുകളെ കുറച്ചുകൂടി രോഗങ്ങളിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പാകത്തിനുള്ള വളങ്ങളും അതുപോലെ മെഡിസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാം. ഞാനങ്ങനെ ഇതാ പതുക്കെ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കംപ്ലീറ്റ് ആയിട്ട് ഒരുക്കാനായിട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും അത് ഫുള്ള് നമുക്ക് ഒരുക്കണം. അത് നോക്കി താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുത്തനൊരു ഇറക്കമാട്ടോ. എങ്ങാനൊന്ന് ഒരടി തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് താഴെ എത്തിട്ടോ ഉരുണ്ട്. പിന്നെ നമ്മളെ പറമ്പിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നട്ടു കൊടുക്കാതെ തന്നെ നമുക്ക് പ്രകൃതി തന്നെ കനിഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതാ ഈ ഒരു രീതിയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കി ഈ ഒരു മരത്തിൽ പറ്റി പിടിച്ച് വളരുന്ന ഒരു പായൽ പോലത്തെ ഒരു സംഭവമായിട്ട് നോക്കി എന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. മുകളിലേക്ക് അങ്ങ് മണ്ട വരെ ഇങ്ങനെ പടർന്ന് കിടക്കണ്ടേ. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ ഒരു ഭംഗി അറിയുന്നുണ്ട് തന്നെ. കാരണം നേരിട്ട് കാണുമ്പോൾ എനിക്ക് എന്താ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യില്ല ആ ഒരു രീതിയിലാട്ടോ കാണുന്നത്.
അതാ നോക്കി ഈ ഒരു മേൽഭാഗത്തൊക്കെ നമുക്ക് കുറേ കമ്പുകളൊക്കെ ഇറക്കാനുണ്ട്. അപ്പോൾ എന്നാൽ അതൊക്കെ നമുക്ക് ഇറക്കണം. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ ഇല്ലിക്കൂട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇല്ലിക്കൂടം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു ഇല്ലിക്കൂടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആശ നല്ല ഹൈറ്റിലും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വട്ടം വീശി ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തായി നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല കേട്ടോ. നോക്കി അങ്ങ് മണ്ട വരെ നല്ല ഹൈറ്റിലാട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ പണി കിട്ടുന്ന പറഞ്ഞാൽ വേറെ കേട്ടോ, നിറച്ച് മുള്ളുകളാണ്. അപ്പോൾ നമുക്ക് ഇതിന്നൊക്കെ ഇപ്പോൾ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ മുളം കൂമ്പലുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ പൊട്ടിക്കാനൊക്കെ വരുന്നൊരു ടൈമിലായാലും നല്ല കെയർഫുള്ളായിട്ടാണ് നമ്മളത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി വരുള്ളൂ. കാരണം ഫുള്ള് ഇങ്ങനെ മുള്ളുകൾ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ആവരണത്തിൻ്റെ ഉള്ളിലാട്ടോ മുളം കൂമ്പ് അത്രയും സുരക്ഷിതമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതാ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സൂര്യനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു തണുത്ത കാറ്റും പുറത്തുള്ള നല്ല ചൂടും അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു സൂര്യനും കൂടി നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ കിളികളുടെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ചോട്ടിൽ കൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞിടക്കും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ചാനൽ കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.